യഹോവയുടെ പ്രവൃത്തികൾ വലിയവയും അവയിൽ ഇഷ്ടമുള്ളവരൊക്കെയും ശോധന ചെയ്യേണ്ടിയവയും ആകുന്നു. അവൻ്റെ പ്രവൃത്തി മഹത്വവും തേജസ്സും ഉള്ളത്. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, യഹോവയുടെ പ്രവൃത്തികൾ വലിയവയാണ്. അവൻ മനുഷ്യപുത്രന്മാരോടുള്ള തൻ്റെ പ്രവൃത്തിയിൽ ഭയങ്കരനാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തിയെ നാം ശോധന ചെയ്യുമ്പോൾ തിരുവെടുത്ത് പറയുന്നു, ദൈവത്തിൻ്റെ വിരലുകളുടെ പണിയായ ആകാശത്തെയും ഭൂമിയെയും ഓർക്കുമ്പോൾ മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തുമാത്രം. ദൈവത്തിൻ്റെ വിരലുകളുടെ പണിയാണ് ആകാശവും ഭൂമിയും. ഒരു മനുഷ്യനുമായി ഒന്ന് താരതമ്യം ചെയ്താൽ ആകാശത്തിന് മുൻപിൽ, ഭൂമിക്ക് മുമ്പിൽ എത്ര ചെറുതാണ് മനുഷ്യൻ. പക്ഷേ ഇവിടെ തിരുവെഴുത്ത് പറയുന്നു, സകല സൃഷ്ടികൾക്ക് മുൻപിൽ ചെറുതായിരിക്കുന്ന ഈ മനുഷ്യനെ രക്ഷിക്കുവാൻ ദൈവം ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. തൻ്റെ പുത്രൻ്റെ ചങ്കിലെ അവസാന തുള്ളി രക്തവും ഊറ്റിക്കൊടുത്തു. പ്രിയപ്പെട്ടവരെ, ആ സ്നേഹത്തിന് മുൻപിൽ, ആ രക്തത്തിൻ്റെ വിലയ്ക്ക് മുൻപിൽ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും വില ഇടിയുകയാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ എത്ര വലിയതാണ്. ആകാശത്തെ ഉണ്ടാക്കിയത്, ഭൂമിയെ ഉണ്ടാക്കിയത് ദൈവം തൻ്റെ വാക്കുകൊണ്ടാണ്. നമുക്കങ്ങനെ വാക്കുകൊണ്ട് എന്തെങ്കിലും സൃഷ്ടിക്കാൻ കഴിയുമോ? നമുക്കത് കഴിയില്ല. പക്ഷെ ദൈവത്തിന് അത് സാധ്യമാണ്. ദൈവം സർവശക്തനാണ്. നാം പാർക്കുന്ന ഈ ഭൂമിയെ ദൈവം ഉറപ്പിച്ചിരിക്കുന്നത് തൻ്റെ ശക്തിയുള്ള വാക്കിലാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തി എത്ര വലുതാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിലെ സൃഷ്ടിപ്പിനോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ ഏറ്റവും മനോഹരമായ സൃഷ്ടി അത് നമ്മളാണ്. ദൈവം നമ്മെ ഭയങ്കരവും അതിശയകരവുമായി സൃഷ്ടിച്ചിരിക്കുകയാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തി വലുതാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം തൻ്റെ ജനത്തിനു വേണ്ടി വെളിപ്പെടുത്തിയ കരുതലുകൾ അതത്ര വലുതാണ്. മിസ്രയീം അടിമത്തത്തിൽ നിന്നും ഇസ്രായേൽ മക്കളെ ദൈവം പുറപ്പെടുവിക്കുമ്പോൾ അവർക്ക് മുൻപിൽ വന്ന പ്രതികൂല സാഹചര്യങ്ങളുടെ നടുവിൽ ദൈവം തുറന്ന വഴിയാണ് ചെങ്കടലിൻ്റെ നടുവിലൂടെയുള്ള ദൈവത്തിൻ്റെ വഴി. ഈ ലോകത്തിലെ ബുദ്ധിമാന്മാരായ, അനുഭവ പരിചയമുള്ള ലക്ഷക്കണക്കിന് ആളുകൾക്ക് മറഞ്ഞിരുന്ന വഴി ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടി വെളിപ്പെടുത്തിയ വഴി. പ്രിയപ്പെട്ടവരെ, അങ്ങനൊരു വഴി നിർമ്മിക്കാൻ ആർക്ക് കഴിയും? ദൈവത്തിൻ്റെ പ്രവൃത്തി എത്ര വലിയതാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകലും അവൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. ലാസറിൻ്റെ കല്ലറയ്ക്ക് മുൻപിൽ, 4 ദിവസമായി നാറ്റം വെച്ച ഡെഡ് ബോഡിക്ക് മുൻപിൽ യേശു കർത്താവ് വിളിച്ചു പറഞ്ഞത് ലാസറെ പുറത്തു വരിക എന്നാണ്. പ്രിയപ്പെട്ടവരെ, ആ ശബ്ദത്തിന് മുൻപിൽ നാറ്റം വെച്ചവൻ പുറത്തു വന്നു. എന്തൊരു വലിയ പ്രവൃത്തിയാണത്. ദൈവത്തിൻ്റെ പ്രവൃത്തി മഹത്വവും തേജസ്സും നിറഞ്ഞതാണ്. ലാസർ ദീനമായി കിടക്കുന്നു എന്ന് കേട്ടപ്പോൾ യേശു പറഞ്ഞു, ഈ ദീനം മരണത്തിനല്ല, ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിനാണ്. ഇന്ന് പകൽ നിങ്ങൾ ദൈവത്തെ പരമാർത്ഥതയോടെ സേവിക്കുമ്പോഴും മറ്റാർക്കുമില്ലാത്ത ചില വേദനകളും കഷ്ടങ്ങളും നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ
ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടും മറുപടി വൈകുന്നുണ്ടെങ്കിൽ ദൈവം പ്രാർത്ഥന കേൾക്കാഞ്ഞിട്ടല്ല, ദൈവം നിന്റെ വേദന കാണാഞ്ഞിട്ടല്ല. യേശു കർത്താവ് ലാസറിനെ നോക്കി പറഞ്ഞതുപോലെ ഇന്ന് പകൽ ദൈവത്തെ പരമാർത്ഥതയോടെ സേവിക്കുന്ന നിങ്ങളോടും പറയുന്നത്, ദൈവത്തിന് തൻ്റെ മഹത്വം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുത്താനുണ്ട്. ദൈവത്തിൻ്റെ പ്രവൃത്തിയിൽ ദൈവം മഹത്വം വെളിപ്പെടും, തേജസ് വെളിപ്പെടും. അതുപോലെയുള്ള ദൈവപ്രവൃത്തികൾ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി, കാത്തിരിക്കുന്നവർക്ക് വേണ്ടി ദൈവം ചെയ്യും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശ്വസിക്ക്. യേശു കർത്താവ് മാർത്തയോട് പറഞ്ഞു, വിശ്വസിച്ചാൽ നീ ദൈവ മഹത്വം കാണും. അടുത്തതൊരു പ്രവൃത്തിയാണ്, അതിൽ വെളിപ്പെടാൻ പോകുന്ന ദൈവ മഹത്വമാണ്. അത് ആ വീട്ടിൽ ഒതുങ്ങുന്ന, ആ ദേശത്ത് ഒതുങ്ങുന്ന ഒരു മഹത്വമല്ല, അതൊരു ചരിത്രപരമായ മാറ്റമായിരിക്കും. അത് ചരിത്രത്താളുകൾ ഇടം പിടിക്കുന്ന ഒരു വാർത്തയായിരിക്കും. നിങ്ങൾ വിശ്വസിക്ക്. നിങ്ങൾ ദൈവത്തെ പരമാർത്ഥതയോടെ സേവിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വലിയതായിരിക്കും. അത് മഹത്വവും തേജസ്സും നിറഞ്ഞതായിരിക്കും. വചനത്തോട് വിശ്വാസത്തോടെ പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.